ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വെനീസിലെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മൊറാനോ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നൂറ്റാണ്ടുകളായി ഗ്ലാസ് കൊണ്ട് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു സ്ഥലമാണ് മൊറാനോ. ഇന്നത്തെ യാത്ര അവിടേക്കാണ്. ഞാൻ സുനിൽ മാത്യു, ലെൻസൺ വിൽസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മൊറാനോയ്ക്കുള്ള ബോട്ടെടുക്കാൻ പോവുകയാണ്. ടിക്കറ്റ് നമ്മൾ വന്നപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വന്നപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഡി ആണ്, പക്ഷേ ഡി കുറച്ച് ദൂരം ഉണ്ട്, അങ്ങനെ നടക്കണം. ഓരോ ABCD എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. സി ഇതാണ്, ഡി അപ്പുറത്താന്ന് തോന്നുന്നു. ഓടിപ്പോ അങ്ങോട്ട്. ഡി 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 വണ്ടി വിട്ടു പോയോ? ഡി ഡി Murano. Oh, where is Panji? Here? Okay. Valida. Vale, okay, thank you, grazie. Okay. Oh, it's close? Okay, grazie. നമ്മൾ വന്നപ്പോഴത്തേക്ക് അടച്ചായിരുന്നു, പക്ഷേ ഒരു സെക്കൻഡ് കൊണ്ട് അവർ വീണ്ടും തുറന്നു തന്നു. അങ്ങനെയാണ് നമുക്ക് ഈ ബോട്ടിനകത്ത് കയറാൻ പറ്റുക. ഓടി എന്തായാലും രക്ഷപ്പെട്ടു. അല്ല പിന്നെ അടുത്ത ബോട്ടിനല്ലേ നിൽക്കുന്നത്, സമയം എത്ര മണിക്ക് ആ ബോട്ടെന്ന് അറിയാൻ പറ്റില്ല. എന്നാലും അടുത്ത ബോട്ടില്ല, ഇനി വെയിറ്റ് ചെയ്യേണ്ടി വരും. ബോട്ട് അങ്ങനെ നീങ്ങി തുടങ്ങി. നമ്മളിപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടില്ലേ, പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഗ്രാൻഡ് കനാലിൻ്റെ വ്യൂ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. അതിപ്പോൾ നമ്മളിപ്പം ഈ ബോട്ട് പോകുന്ന ഈ ഗ്രാൻഡ് കനാലിൻ്റെ ഉള്ളിലൂടെയാണ്. ഈ രണ്ട് സൈഡിലും കാണുന്ന വീടുകളും ഈ വെള്ളത്തിൻ്റെ ഉള്ളിലാണ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇത് കണ്ടോ, ഈ വെള്ളത്തിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ നിർമ്മാണം. കണ്ടോ, വെള്ളത്തിൽ തന്നെയാണ്, ഒന്നുമില്ല ഇതിനകത്ത്. എങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് അത്രയ്ക്ക് അത്ഭുതപ്പെട്ടു പോകും. ഭയങ്കര നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇതിനകത്ത് കാണുന്നത്. ഇതിൽ കണ്ടമാനം ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഈ ബോട്ടിൽ നിറച്ച് ടൂറിസ്റ്റുകളാണ്. അതിൽ ചെറുപ്പക്കാർ രണ്ട് സൈഡിൽ നിന്ന് രണ്ട് സൈഡിലെയും കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറു പ്രായമുള്ളവർ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഗൊണ്ടോള, മറ്റേ നമ്മുടെ ഇവിടുത്തെ വഞ്ചി. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് കിടക്കുന്നത്. ഇങ്ങനെ ഇതിനൊരു വലിയ വലിയ പാലങ്ങളുണ്ട്. ഈ പാലങ്ങൾ ക്രോസ് ചെയ്തിട്ടാണ് ഇതിന് കണക്ഷൻ വരുന്നത് ഈ വെനീസിന് മൊത്തം. നല്ല കാഴ്ചകളാണ് സൈഡിലുള്ളത്. ഇനി ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് കടലിലാണ്. ഇത് കടൽ വെള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കായലാണോ ഒന്നും അറിയത്തില്ല. നമ്മൾ ആലപ്പുഴയൊക്കെ പോലെ തന്നെ ഇത് അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് കടലിലേക്ക് കയറും. ഈ രണ്ട് സൈഡിൽ വെള്ളത്തിനകത്താണ് ഈ ബിൽഡിങ്ങുകൾ നിൽക്കുന്നത്. നോക്കി കേട്ടോ, എല്ലായിടത്തും വെള്ളത്തിനകത്ത് കെട്ടിപ്പൊക്കി. ഇതെങ്ങനെ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഒരു സ്ഥലമാണ് വെനീസ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. ഇറ്റലിയിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം. ഗ്രാൻഡ് കനാലിൻ്റെ ഇരുവശത്തും കണ്ട ഇതേപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളാണ്. അതേപോലെ തന്നെ യൂറോപ്യൻസ് കൂടുതലും ഈ ഓപ്പൺ ഏരിയയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് റെസ്റ്റോറൻറ്റുകളെല്ലാം ഈ കണ്ട ആ സ്പേസ് ഉള്ളിടത്തെല്ലാം മുന്നിലോട്ട് ഇറക്കിയാണ്. കാരണം ഇത്രയും ജനങ്ങളെ വഹിക്കണമെങ്കിൽ ഇത്രയും റെസ്റ്റോറൻറ്റുകൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇതിൽ ഈ ഗ്രാൻഡ് കനാലിൻ്റെ രണ്ട് സൈഡിലും റെസ്റ്റോറൻറ്റുകളാണ്. കണ്ടോ, റെസ്റ്റോറൻറ്റുകൾ ഇറക്കിയിട്ട് അതിന് ഉള്ളിൽ ചെറിയ സ്പേസ് ആയിരിക്കും, പക്ഷേ ഈ പുറത്ത് ഈ ഓപ്പൺ ഏരിയയിലാണ് അവർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇവർ യൂറോപ്യൻസ് മൊത്തം അങ്ങനൊരു താല്പര്യം കാണിക്കുന്നവരാണ്, പുറത്ത് ഇരുന്ന് ഓപ്പൺ ഏരിയയിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അത് രണ്ട് സൈഡിലും അത് തന്നെയാണുള്ളത്. ഞാൻ നടന്ന ബോട്ടിൻ്റെ ഏറ്റവും ബാക്ക് വശത്ത് വന്നു. ഏറ്റവും ബാക്കിൽ ഇവിടെ നല്ല ഭയങ്കര സൗണ്ടാണ്. ഇവിടെ നോക്കി, അതിൻ്റെ പ്രൊപ്പല്ലർ കൊണ്ട് ബോട്ട് ഇതിൻ്റെ വെള്ളം നോക്ക്. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇത്, ബോട്ടിൻ്റെ ലാസ്റ്റ് ഭാഗത്ത്. ഇപ്പോൾ വെള്ളം തള്ളുന്നു. വെള്ളം തൊട്ടടുത്താണ്, വെള്ളം നോക്കി തൊട്ടടുത്ത്. അങ്ങനെ നമ്മൾ വെനീസയിൽ നിന്ന് വിട്ടു. വെനീസ ഉണ്ട്, അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ വെനീസ വിട്ടു. നമ്മളിത് മൊറാനോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകണേ. ബോട്ടിൻ്റെ ഈ ഭാഗത്തേക്ക് നമുക്കിത് കാണാൻ പറ്റത്തില്ല എങ്ങനെയാണ് നിൽക്കുന്നുള്ളത്. വീഡിയോയിൽ ആ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. ഭയങ്കര സൗണ്ടാണ് ഇവിടെ. നമുക്ക് ആ കാണുന്നതാണ് സൺ മാർക്കോ സ്ക്വയറിൻ്റെ ടവറ്. അവിടുത്തെ ടവറാണ്. ആ ടവറിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ
ഈ വെനീസ് മുഴുവൻ കാണാൻ പറ്റും. അത് ആ ടവറാണ് ആ കാണുന്ന അത്രയും ദൂരെ സെൻറ്റ് മാർക്കോസ് സ്ക്വയർ. നമ്മൾ തിരിച്ച് വന്നിട്ട് സെൻറ്റ് മാർക്കോസ് സ്ക്വയറിൽ പോകുന്നുണ്ട്. ഇന്നത്തെ യാത്ര ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനി മൊറാനോയിൽ ഗ്ലാസ് ഫാക്ടറിന്ന് ഞായറാഴ്ച പിന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അതുകൊണ്ട് തുറക്കുമെന്നാണ് എനിക്ക് തോന്നണേ. ഞായറാഴ്ച തുറക്കും തോന്നുന്നു. അവിടെ ചെന്ന് അവിടെ ഗ്ലാസ് ലൈവായിട്ട് ഉണ്ടാക്കുന്നത്, ലോകത്തിലെ ഏറ്റവും നല്ല ഗ്ലാസും അതിൻ്റെ ഉൽപ്പന്നങ്ങളും മാനുവലായിട്ട് ഉണ്ടാക്കുന്ന സ്ഥലമാണ് മൊറാനോ. ഈ കാറ്റുകൊണ്ട് കേൾക്കുമെന്നുണ്ടെന്ന് ഒരു പിടുത്തമില്ല. നമ്മുടെ ഈ മലയാളത്തിലുള്ള ഡയലോഗ് കേട്ടിട്ടാണെന്ന് തോന്നുന്നു അമ്മമ്മ ചിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ പവർ നോക്കിയാൽ നമ്മൾ ശരിക്കും ഈ ബോട്ട് വെള്ളത്തിൻ്റെ മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. സെൻറ്റ് മൈക്കിളോ ചർച്ചാണ് ആ കാണുന്നത്. നല്ല മനോഹരമാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. കാരണം ഈ ബോട്ട് പോകുന്നതിൻ്റെ കണക്ക് കടലിൽ കൂടെ പോകുന്നതല്ല, ഭയങ്കര തിരയും അതേപോലെ തന്നെയൊക്കെ പള്ളി നോക്കി എന്ത് മനോഹരമാണ്. വെള്ളത്തിനകത്ത് ഇങ്ങനെ പൊങ്ങി വന്ന പോലെ തന്നെയാണ് കാണുന്നത്. വെനീസ് ഒരു തടാകമായിരുന്നു. ഈ തടാകത്തിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം നിർമ്മിച്ചെടുത്തതാണ്. ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്ന വെള്ളത്തിലാണ്. ഞാനത് ശരിക്കും അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. തടികൾ, വലിയ കുറ്റികൾ പോലുള്ള തടികൾ വെള്ളത്തിനകത്ത് കുത്തി ഇറക്കി അടിച്ചിറക്കിയിട്ടാണ് ഈ പറഞ്ഞ വെനീസിലെ ബിൽഡിങ്ങുകളെല്ലാം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കൊളോണോ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. കണ്ടോ, ഇതൊരു ബോട്ട് ജെട്ടിയാണ്. ഇത് ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടിയാണ്. കണ്ടോ, ഈ കാണുന്ന പൊങ്ങി കിടക്കുന്നതാണ് ബോട്ട് ജെട്ടിയും. കണ്ടോ, ഇത് കണ്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ മൊറാനോ എന്ന് പറഞ്ഞ ഒരു ഇതേപോലെയുള്ള ബോട്ട് ജെട്ടി വരും. അവിടെയാണ് നമ്മളിപ്പോൾ ഇറങ്ങേണ്ടത്. ഞാനത് ചോദിക്കുമായിരുന്നു നമ്മൾ എവിടെ എത്തിയെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു തന്നു ഈ ബോട്ട് ജെട്ടികളിൽ എല്ലാത്തിലും പേരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അല്ലെ, നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ഇവിടെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. അതേപോലെ ഇന്നലെ രാവിലെ ഹോട്ടലിൽ വന്ന് അവിടെ ചാവി അവരൊരു കോഡ് തന്നിട്ടുണ്ടായിരുന്നു ഡോറ് തുറക്കാൻ വേണ്ടി. അപ്പോൾ ആ കോഡ് അടിച്ച് കൊടുത്തിട്ട് ഡോറ് തുറന്ന് ചാവി ഒരു കവറിലിട്ട് റിസപ്ഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് കണ്ടുപിടിക്കാൻ, ആ ഡോറ് തുറക്കാനും അത് കണ്ടുപിടിക്കാനും ഒരു ചെറിയൊരു ഗെയിം പോലെ ആയി. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇറ്റലിയിലെ ഓരോരോ സ്ഥലത്ത് ഓരോരോ പ്രത്യേകത. ഓരോ സ്ഥലത്ത് വരുമ്പോൾ ഓരോ പ്രത്യേകതകൾ, നമുക്ക് ഓരോരോ എക്സ്പീരിയൻസാണ് ജീവിതത്തിൽ ഓരോരുത്തർ. അപ്പോൾ ഓരോ റിസപ്ഷനിസ്റ്റ് 4 തൊട്ട് 7 മണി വരെ കണ്ടേ ഉള്ളൂ വൈകുന്നേരം. രാവിലെ 7 to 10 നമ്മൾ ആ സമയത്ത് എത്തുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്ന ഇതാണ്. കാരണം ആ ഡോറ് തുറക്കുന്ന ഒരു കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഡോറ് തുറക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചാവി റിസപ്ഷനിൽ, അതായത് കീ റിസപ്ഷനിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റിസപ്ഷനിൽ കീ എടുക്കണം. എന്നിട്ട് ഡോറ് നമ്മൾ തന്നെ ചെക്ക് ഇൻ ചെയ്യണം. ഡോറ് നമ്മൾ തന്നെ റൂം കണ്ടുപിടിച്ച്, അതൊരു നല്ല രസമായിട്ട് നമുക്ക് ഇന്നലെ തോന്നും. ഓരോരോ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ പാതവയിൽ വന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ കാറ്റില്ലെങ്കിൽ പൊത്തിപ്പിടിച്ചിരിക്കുന്ന മൈക്ക് പൊത്തിപ്പിടിച്ചിരിക്കുന്ന കാറ്റ് അടിച്ച് സൗണ്ട് കേൾക്കുന്നുണ്ടോ, ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബോട്ടിൻ്റെ സ്പീഡ് കുറഞ്ഞു. അപ്പോൾ അടുത്ത ബോട്ട് ജെട്ടിയിൽ അടുത്ത സ്ഥലത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ നമുക്കൊരു നിഗമനം. ഏകദേശം നമുക്ക് കിട്ടി. മൊറാനോ എത്തി. മൊറാനോയാണ് നമുക്ക് ഇനി ഇവിടെ ഇറങ്ങണം. ഇവിടെ കൂടുതലും ആളുകൾ ഇവിടെ ഇറങ്ങുമായിരിക്കും. കാരണം ടൂറിസ്റ്റുകൾ മൊറാനോയിൽ വരാതെ ആരും പിന്നെ ബുറാനയിലേക്ക് പോവില്ല. മൊറാനോയിൽ ഒന്ന് ഇറങ്ങി ചുറ്റിക്കറങ്ങിയിട്ടേ ബുറാനിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഏകദേശം കുറേ പേര് ഇവിടെ തന്നെ ഇറങ്ങുന്നവരായിരിക്കും. എന്തായാലും നമ്മൾ സ്ഥലത്തെത്തി. ബോട്ട് ശരിക്കും ഇങ്ങനെ ആടി ഒലയോ കേട്ടോ. വെള്ളത്തിനകത്തോട്ട് താന്ന് ഒരടി പോലും ഇല്ലെന്ന് തോന്നുന്നു ഗ്യാപ്പ് നമ്മുടെ ഈ വെള്ളവും ഈ ബോട്ടുമായിട്ട്. വെള്ളത്തിനകത്ത് താന്നാണ് ഈ ബോട്ട്. കാരണം അത്രയ്ക്കും തിര പോലെ ഇങ്ങനെ ആടി ഒലയുന്നുണ്ട്. അങ്ങനെ നമ്മൾ മൊറാനോയിൽ ഇറങ്ങാൻ പോവാണ്. ആളുകൾ കൂടുതലും ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഈ ബോട്ട് വേറെ ഏതോ സ്ഥലത്തേക്ക് പോകുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിലേക്ക് ആളുകൾ അപ്പുറത്തെ സൈഡിൽ അടുത്ത സൈഡിൽ ക്യൂ ആയിട്ട് നിൽപ്പുണ്ട് കയറാനായിട്ട്. സാരി ഉടുത്തവരൊക്കെ പോകുന്നു. ചിലപ്പോൾ ഇന്ത്യക്കാരായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ശ്രീലങ്കക്കാരായിരിക്കും. അങ്ങനെ നമ്മൾ മൊറാനോയിലേക്ക് ഇറങ്ങുകയാണ്. മൊറാനോയിലേക്ക് എത്തി. ഇനി ഞായറാഴ്ച കണ്ട് മിക്കത് കടകൾ അടച്ച് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. നമുക്കിനി എവിടെയെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ്സിൻ ഉണ്ടാക്കുന്ന ഡെമോൺസ്ട്രേഷൻ ഉള്ള കടകളിൽ ചെന്ന് തപ്പി പിടിച്ചാലേ ഇത് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ മൊറാനോയിലെത്തി. ഇനി മൊറാനോയിലെ ഗ്ലാസ് ഫാക്ടറി തപ്പി പിടിക്കണം. എവിടെയാണോ ഗ്ലാസ് ഫാക്ടറി ഉള്ളത് അതിനെ തപ്പി പിടിച്ചിട്ട് വേണം അത് അവിടെ കാണാൻ. നോക്കാം എവിടെയെങ്കിലും ഉണ്ടാവും. ഇന്ന് ഞായറാഴ്ച അതുകൊണ്ട് തുറക്കാൻ വലിയ ബുദ്ധിമുട്ട്, തുറക്കാൻ വഴിയില്ലെന്നൊക്കെയാണ് പറയുന്നത്. എവിടെയെങ്കിലും ചില സ്ഥലങ്ങളിൽ ഇത് ഉണ്ടാകുന്നത് ഉണ്ടാവും എന്നാണ് പറയുന്നത്, അറിയില്ല.
Negozio minuto andrò da libro artistry vendita. ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. Ciao, scusa che do un'informazione, dove dimostrare questo? Avanti. Avanti, c'è aperto oggi? Anche Sì, sta avanti, sì. Ok, grazie. Ok, ഉണ്ട്. നമ്മൾ കണ്ട അത് മുഴുവൻ ഫാക്ടറികളാണ്, അത് സെയിൽ ചെയ്യുന്ന കടകളാണ് കേട്ടോ. വെച്ചിട്ടുണ്ട്, അത് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കട്ടെ. ടുമാറോ ഇന്നത്തെ കംപ്ലീഷനായ ഡെമോൺസ്ട്രേഷൻ ടുമാറോ എന്നായിരിക്കുന്നത്. എന്താ ക്ലോസ് ചെയ്ത്? ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കാം. ടിക്കറ്റ് എടുക്കണം. ഡെമോൺസ്ട്രേഷൻ നടക്കുന്നു തോന്നുന്നു, ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു, നോക്കാം. ശരി, ഉണ്ട്. പല സ്ഥലങ്ങളിലും പോയിട്ട് അവസാനമാണ് ഇവിടെ എത്തിയത്. കാരണം ഇവിടെ എല്ലാം അടച്ചു കിടക്കുകയാണ്. ഇത് പിന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഇത് ടിക്കറ്റ് വെച്ചിട്ടുള്ളതല്ല. അവരവിടെ ജോലി ചെയ്യാണ്, ഒരാൾ മാത്രമേ ജോലി ചെയ്യുന്നത്. നമുക്ക് പോയിരുന്ന് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ ഈ ഡെമോൺസ്ട്രേഷൻ ഒന്നും ചെയ്യത്തില്ല. കാരണം കൃത്യമായിട്ടൊന്നും പറഞ്ഞു തരത്തില്ല ഇന്ന സാധനങ്ങളാണെന്നും ഇന്ന ഐറ്റംസ് വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നതെന്നും. പക്ഷേ അയാൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അയാൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ടിക്കറ്റൊക്കെ വെച്ചുള്ള സ്ഥലമാണ്. പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് അതിന് പറഞ്ഞ് മനസ്സിലാക്കുന്ന, നമ്മളെ വിവരിച്ചു തരാനുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ടായിരിക്കും തോന്നുന്നു ഇങ്ങനെ മാത്രം ഉണ്ടാക്കുന്നത്. നമുക്ക് പോയിരുന്ന് കാണാൻ ടിക്കറ്റൊന്നുമില്ല. അങ്ങനെയാണ് ഈ സംഭവം. അത് പുള്ളി ഒരു ഗ്ലാസിൻ്റെ നമ്മുടെ ഒരു ലൈറ്റില്ലേ, ലൈറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, കാരണം പുള്ളി അതൊന്നും പറഞ്ഞു തരുന്നില്ല. പുള്ളി അത് ഉണ്ടാക്കുന്നത് നമ്മളത് കാണാം. കാരണം ഇത് സംഭവം ആ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു പൈപ്പാണ്, ശരിക്കും ഒരു കുഴലുകളുടെ പൈപ്പാണ്. ഇവർ ചൂളയ്ക്കകത്ത് ഈ പൊടി പോലുള്ള ഒരു മണൽ പോലുള്ളൊരു സാധനം, അതായത് ശരിക്കും ഗ്ലാസ്, അതായത് ഉരുകിയിട്ട ഗ്ലാസ് ഉണ്ടാകുന്ന ആ സാധനം പല കളറുള്ളതുണ്ട്. അത് വെച്ചിട്ട് കണ്ടോ, അതേപോലെ തന്നെ ഇതിനകത്ത് നിന്ന് എടുത്ത് ഉരുക്കി കഴിഞ്ഞിട്ട് ഊതും. കണ്ടോ, ഇങ്ങനെ ഊതി കഴിയുമ്പോൾ അത് ഇങ്ങനെ വീർത്ത് വരും. കാരണം നമ്മുടെ ബലൂൺ പോലെ തന്നെ. അപ്പോൾ അതിനെ പല പല ഷേപ്പായിട്ട് ഇവർ ഇങ്ങനെ തന്നെ ഊതിയും പല പല സാധനങ്ങളിട്ട് ഇത് ഈ കാണിക്കുന്ന പോലെയൊക്കെ കാണിച്ച് പല ഷേപ്പാക്കി എടുത്തിട്ട് ഉണ്ടോ, ഊതി കഴിയുമ്പോൾ അതൊരു ബോൾ പോലെ വീർക്കും. ഇവരുടെ ഉണ്ടോ, ഇപ്പം കണ്ടില്ലേ, അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ലൈറ്റിൻ്റെ മുകൾ വശമാണ് നിർമ്മിക്കുന്നത്. ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ലൈറ്റ് ഉണ്ടോ. അതിപ്പോൾ ഒരു ബോൾ പോലായി അതിനകത്ത് ഒരു കവറിങ് കൊടുക്കും. അങ്ങനെയാണ് ഇവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് തന്നെയാണ്, ഒരു സാധനം തന്നെയാണ് നിർമ്മിക്കുന്നത്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ 2-3-4 പേരുണ്ടാവും. അപ്പോൾ അവരിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ഇന്നതാണ് ഇതിൻ്റെ കെമിക്കൽ, ഇതാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല പുള്ളി. അവിടെ നിന്ന് പുള്ളിയുടെ പണി ചെയ്യുന്നത് നമുക്ക് കാണാം. പുള്ളി ഭയങ്കര ആസ്വദിച്ചാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. എല്ലാവരും വന്നിരുന്ന് ഇത് കണ്ടോ, ഒരു ഗാലറി പോലെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് കാണാൻ ശരിക്കും ടിക്കറ്റുള്ള സ്ഥലമാണിത്. ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ഗ്ലാസ് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ. ഇതാണ് മുറാനയിലെ കാഴ്ചകൾ. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ അവർ ഗ്ലാസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതേപോലുള്ള സാധനങ്ങൾ എടുക്കാൻ സമ്മതിക്കത്തില്ല വീഡിയോ. ഒരു സ്ക്വയറാണ്. ഇവിടെ നിന്ന് ആൾക്കാർ ഫുഡ് കഴിക്കുന്നു. ഇങ്ങനെ സ്ക്വയറുകൾ നീണ്ടു കിടക്കുന്നു. ഇതേപോലെ ഒരു ഐലൻഡാണ്, കുഞ്ഞ് ഐലൻഡാണ്. ചുറ്റോടിയിട്ടും വെള്ളം. ഞാൻ പറഞ്ഞില്ലേ 112 ഐലൻഡുകളുണ്ട് ഇതേപോലെ. പുറത്തുനിന്ന് നമ്മളിങ്ങനെ കാണാം. ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല. പുറത്തുനിന്ന് ഇതൊക്കെയാണ് ഇവർ നിർമ്മിക്കുന്നത്. കൈകൊണ്ട് എല്ലാം മാനുവലായിട്ട് നിർമ്മിക്കുന്നത്. ഹാൻഡിക്രാഫ്റ്റ് പോലെ തന്നെ ഗ്ലാസിൻ്റെ ലോകത്തിലെ ഏറ്റവും നല്ല ഗ്ലാസും ഇങ്ങനെയുള്ള വർക്കുകളിൽ ഇവിടെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫേമസ് സ്ഥലമാണ് മുറാന ഗ്ലാസും. വലിയ വില കൂടുതലാണ്, ഭയങ്കര കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റ്ലി സാധനമാണ് മുറാന ഗ്ലാസ്. ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതികൾക്കൊക്കെ മുറാനയിൽ നിന്നുള്ള ഗ്ലാസ്സുകളാണ് കൊണ്ടുപോകുന്നത്. ഗ്ലാസ്സിൽ നിർമ്മിച്ച ലൈറ്റ്സും അങ്ങനെയൊക്കെയാണ് ഏറ്റവും ഫേമസ്.
ഇതെല്ലാം അങ്ങനത്തെ ഷോപ്പുകളാണ്. ഇവരെന്നിട്ട് വലിയ വലിയ ഓർഡറുകൾ എടുക്കും. എന്നിട്ട് ഇത് നല്ല നല്ല ഭംഗിയല്ലേ. ഈ ടൂറിസ്റ്റുകളെ കൊണ്ടുള്ള ബോട്ടുകൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിലുള്ള എല്ലാം ഇവിടുത്തെ ഒരു ലൈറ്റ് ഹൗസാണ് ഉണ്ടല്ലേ. എൻ്റെ അമ്മോ ഭയങ്കര ടൂറിസ്റ്റുകളൊക്കെ അങ്ങനെ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. റെസ്റ്റ് എടുത്തിരിക്കും, ഓരോ സ്ഥലത്ത് വർത്താനം പറഞ്ഞ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പ്രായമുള്ളൊരു വീട്ടിലിരിക്കും. അങ്ങനെ ഇരിക്കാനേ പാടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഒരു 100 വയസ്സ് വരെ നടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നടക്കില്ലെന്നും അറിയത്തില്ല, എന്നാലും പറയുക വീട്ടിലിരിക്കാൻ നമ്മൾ. അതായത് ബുറാനയിലേക്കുള്ള ബുറാനോയിലേക്കുള്ളതാണെന്ന് തോന്നുന്നു. ഈ ക്യൂ ആണെന്ന് തോന്നുന്നു ബുറാനയിലേക്ക്. നമുക്ക് ബുറാനയിലേക്ക് കൂടെ പോയിട്ട് വരാം കേട്ടോ. Come scusa, quella Burano dove qual è? Questo qua? Adesso bisogna che ti metti qua. Devo mettere. Sì, aspettare. Ok. നിന്ന് കുറച്ച് ആളുകളൊക്കെ വരണം. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എന്താണെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം. ഈ ഭാഗത്ത് ബുറാനോടെ ഈ ഭാഗത്ത് നമ്മൾ ഇനി പോകുന്ന ബുറാനോയിലേക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് സാൻ മാർക്കോ സ്ക്വയറിലേക്ക് പോകണം. ആരോ വിളിക്കുന്നു, ഒരു മിനിറ്റ് കേട്ടോ. വെനീസിലെ പോലെ തന്നെയാണ് ബുറാനോ ഐലൻഡും, എല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ കുറേ സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വീടുകൾ, നമ്മുടെ നാട്ടിലെ പോലുള്ള വീടുകളാണ് കാണുന്നത്. പക്ഷേ എല്ലാം വെള്ളത്തിനകത്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതേപോലെ ഈ ബോട്ട് കണ്ടില്ലേ, ഇത് ഗ്രൂപ്പായിട്ടുള്ള ടൂറിസ്റ്റുകളെയും കൊണ്ടുവരുന്ന പ്രൈവറ്റ് ബോട്ടാണ്. നമ്മൾ യാത്ര ചെയ്തത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ്. ഒരു കൂട്ടം ടൂറിസ്റ്റുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അവർ കൊണ്ടുവന്ന ഭക്ഷണങ്ങളൊക്കെ ഇരുന്ന് കഴിക്കുന്നു. വെനീസിലെ പോലുള്ള കനാലല്ല ഇത്, കുറേ വിശാലമായിട്ടുള്ള കനാലാണ് ഇവിടെ ഉള്ളത്. കുറേ സ്പേസ് ഉണ്ട്, അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ. ഈ ഇടുങ്ങിയ കനാലുകളല്ല ഇവിടെ ഉള്ളത്. ഈ കുറച്ചും കൂടെ മുന്നോട്ട് പോകാനുണ്ട് കേട്ടോ, കുറേ നടക്കാനുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് ഇനി ബുറാന കാണാനുള്ളതുകൊണ്ട് ബുറാനയ്ക്ക് പോകാനുള്ള ബോട്ട് വെയിറ്റ് ചെയ്യുന്ന അടുത്ത് പോയി നമുക്ക് അവിടെ പോയി വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബുറാനയിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. നന്ദി, നമസ്കാരം, ബൈ ബൈ.